വയലിൽ പോകുന്ന പോലിതു പോകുന്നതുലകിൽ പോകുന്നതുലകിൽ വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക താൻ ശുദ്ധ നാമത്തെ പേർത്തും വാഴ്ത്തുക താൻ ശുദ്ധ നാമത്തെ പേർത്തും പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തും പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തും വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ യേശുവേ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അന്ന് വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം, കൂട്ടായ്മയ്ക്കായി സ്തോത്രം, എല്ലാവരെയും കർത്താവ് സന്ദർശിക്കണമേ. എല്ലാവർക്കും വേണ്ടി വിടുതൽ കർത്താവിന്റെ ഭക്തരുണ്ടല്ലോ, കർത്താവിന്റെ കരം നീട്ടി ഞങ്ങൾക്ക് നൽകി തരുവാൻ സാധിക്കുമാറാകണം. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം, ജനത്തിനായി സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗീയ ദൂതുകളും ആളുകളും ദൈവശക്തിയുമെല്ലാം ദൈവാത്മാവ് നിയന്ത്രണവുമെല്ലാം സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരുമാറാകണം. നാമത്തെ യേശുവിന്റെ നാമത്തിൽ ഇരിക്കാം. ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതായ ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച കാലം നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, ദയയുള്ളവനായിരുന്നു, കരുണയുള്ളവനായിരുന്നു. കർത്താവിന്റെ ഏറ്റവും മുഖ്യമായ മൂന്ന് സ്വഭാവങ്ങളാണ് ന്യായം, കരുണ, വിശ്വസ്തത. ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിലെ ധൈര്യമാണ്. കാരണം നമ്മളോട് കർത്താവ് ദയയുള്ളവനായിരിക്കും. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും കർത്താവ് വിശ്വസ്തനായിരിക്കും. കർത്താവ് നീതിയോടെ ന്യായത്തോടെ തന്റെ ജനത്തെ നടത്തുന്നവനാണ്. ഈ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും സഹിക്കാനും മുൻപോട്ട് പോകാനും നമ്മെ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മെ കടന്നുപോയി. വീണ്ടും ആരാധനയ്ക്ക് വേണ്ടി തന്നെ കർത്താവിന്റെ അടുക്കിലേക്ക് നാം വരികയാണ്. അതില് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ആരാധന നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവ് വരണം, ഇന്ന് തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതിപ്പോൾ തന്നെ ആകണം എന്നുള്ളവരാണ്. എന്നാൽ കർത്താവ് വരുമെന്നും നമ്മുടെ പ്രാണന്റെ അവസ്ഥ ഇന്നതെന്ന് നോക്കി പരിശോധിക്കുമ്പോൾ കർത്താവിനോടൊപ്പം വസിക്കാനുള്ള ഒരു യോഗ്യത നമുക്ക് പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം അന്വേഷിക്കുമ്പോൾ നമുക്ക് സങ്കടമായി. യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് എങ്ങനെയും കർത്താവ് വന്നാൽ മതിയെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതും ജീവിച്ചതും ഇന്നിങ്ങനെ ആയിരിക്കുന്നതും അബദ്ധവശാൽ നമ്മുടെ കഴിവുകൊണ്ടോ മനുഷ്യബുദ്ധി കൊണ്ടോ ഇങ്ങനെയൊന്നുമല്ല. ഇതെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശമാണ്. ഈ ജന്മം കൊണ്ടൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിന്. എന്തിനാണ് ഇവിടെ വന്ന് ജനിച്ചത്? എന്തിനാണ് ജീവിച്ചത്? നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഞാൻ ജീവിതത്തിൽ കഷ്ടപ്പെട്ട മനുഷ്യനാണ്. ഞാൻ ഒരുപാട് അലഞ്ഞതാ. എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് എത്തണം. ഇനിയുള്ള തലമുറയെങ്കിലും കഷ്ടപ്പെടാതെ
അവരൊരു സ്ഥാനത്ത് എത്തിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. എന്നാൽ ദൈവമോ ഇത്രയും കാലം നടത്തി നോക്കുമ്പോൾ നമ്മൾ ഹന്നയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത് പോലെ ഹന്ന ഈ ലോകത്തിലേക്ക് വന്ന് ലോകത്തിൽ ജീവിക്കുകയാണ്. ഏൽക്കാനയുടെ ഭാര്യ, ഏൽക്കാനയ്ക്ക് പ്രിയപ്പെട്ടവളാ. ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാരാ. ഒന്ന് പെനീനയും ഒന്ന് ഹന്നയും. പെനീനയ്ക്ക് കുട്ടികളുണ്ട്. അവരുടെ ജീവിതം ഏറ്റവും സന്തോഷമാണ്. എന്നാൽ ഹന്നയ്ക്ക് പ്രത്യേകിച്ച് ദുഃഖത്തിനുള്ള ഒരു കാരണമേ ഉള്ളൂ. കുഞ്ഞുങ്ങളില്ലാന്നേ ഉള്ളൂ. ഭർത്താവിന്റെ സ്നേഹം, സന്തോഷം, തനിക്ക് വേണ്ട ജീവിക്കാനുള്ള മാർഗങ്ങൾ, സമൂഹത്തിലെ സ്ഥാനം, ഇതൊക്കെയുണ്ട്. ഒരു കുറവുണ്ട്, കുഞ്ഞില്ല. എന്നാൽ നമ്മളിന്ന് വായിച്ച സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ഞാൻ നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. നമ്മളെല്ലാവരും പരസ്പരം പറയാറുള്ള കാര്യമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, കഞ്ഞി കുടിക്കാനുണ്ടല്ലോ, കൊടുക്കാനുണ്ടല്ലോ, വേണ്ടപ്പെട്ടവരുണ്ടല്ലോ, സ്നേഹിക്കാൻ ആളുണ്ടല്ലോ, ഇനി ഈ ജന്മം അങ്ങോട്ട് കഴിച്ചു കൂട്ടുക. ഇതാണ് ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഉപദേശം. എന്നാൽ ദൈവത്തിന്റെ വരം പറയുന്നത് എന്തെല്ലാം ഉണ്ടോ അതൊന്നും ഗണ്യമാക്കുന്നു. എനിക്ക് എന്തെല്ലാം ഉണ്ടോ, എന്റെ ഭർത്താവ് എന്നെ കൂടുതലായി സ്നേഹിക്കുന്നു, എനിക്ക് സമൂഹത്തിലൊരു സ്ഥാനമുണ്ട്, ഈ കാര്യങ്ങളൊന്നും ഗണ്യമാക്കുന്നു. അങ്ങനെ ഗണ്യമാക്കുമ്പോൾ പൊങ്ങി വരുന്നതാണ് സങ്കടം. എന്താ സങ്കടം? അത് ആരുടെ സങ്കടം? അതാണ് പ്രാണന്റെ സങ്കടം. പ്രാണന്റെ സങ്കടമാണ്. ഒരു മനുഷ്യൻ ഇരുന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി പാട്ട് പാടി വലിയ കാര്യങ്ങളെല്ലാം ഇരുന്ന് പറയാം. അടുത്ത് എന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. ആ മദ്യത്തിന്റെ ലഹരിയിലാണ് അദ്ദേഹം ഈ പാട്ട് പാടുന്നതും സന്തോഷിക്കുന്നതും മറ്റുള്ളവരോടൊപ്പം എല്ലാം ഇരുന്ന് പല കാര്യങ്ങളും ഇങ്ങനെ സംഭവിക്കുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ ആ ലഹരിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോ നോക്കുമ്പോ ഇങ്ങനെ ദൂരേക്ക് നോക്കിക്കൊണ്ട് ആ മനുഷ്യനിരിക്കുക. കൂട്ടുകാരൻ ചോദിച്ചു, എന്നോട് അങ്ങനെ ഇരിക്കണ, അനങ്ങാതിരിക്കുന്നു. 2 കണ്ണും നിറഞ്ഞൊഴി. കാരണം ജീവിതത്തില് അതുപോലുള്ള കയ്പുള്ളതും വേദനയുള്ളതുമായ വിഷയങ്ങൾ തിങ്ങിയ ഒരു മനുഷ്യനാണ്. തൽക്കാലത്തേക്ക് മദ്യം ചെന്ന് കഴിഞ്ഞപ്പോ അതൊക്കെ അങ്ങ് മറന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് സന്തോഷിക്കുന്ന സന്തോഷമാണ്. ഇതുപോലെയാണ് ഒരു മനുഷ്യ ജീവിതം. ശ്രദ്ധിച്ചു നോക്കുക, എന്താ സന്തോഷിക്കാനുള്ളത്. അല്ല, എന്തെല്ലാം കാര്യങ്ങളിൽ ആ സന്തോഷം. എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവിടെ പോണം, ഇവിടെ പോണം, ഇതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ അങ്ങോട്ട് വ്യാപൃതരായിട്ട് യഥാർത്ഥത്തിലുള്ള സങ്കടം മറഞ്ഞിരിക്കുക. വചനം പറയുന്നത് അത് ഗണ്യമാക്കല്ലേ. യഥാർത്ഥത്തിൽ പ്രാണനൊരു സങ്കടമുണ്ട്. എന്താണെന്നറിയാമോ? പ്രാണൻ എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് തെരഞ്ഞെടുത്തതാണ്. എനിക്ക് 10, 60, 70 വയസ്സായുള്ളൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് തെരഞ്ഞെടുത്തതാ, ഈ ലോകത്തിലേക്ക് അയച്ചതാ. ഈ അയക്കുമ്പോ ആ തെരഞ്ഞെടുക്കുമ്പോ എന്നെക്കുറിച്ച് ചില പുസ്തകത്തിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ കാര്യം മരിക്കുന്നതിന് മുമ്പ്
ചെയ്തു തീർക്കണം എന്നുള്ളതാണ് എൻ്റെ ജീവിത ഉദ്ദേശം. അത് ഞാൻ ഈ ലോകത്തോടുള്ള ലഹരിയിൽ നടന്നു കഴിഞ്ഞാൽ, ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ നടന്നു കഴിഞ്ഞാൽ, ഇനിയിപ്പോ ഇതിന്റെ ഓർവ് എനിക്കിപ്പോ എന്താ എനിക്കിപ്പോ എന്താ തടസ്സമുള്ളത്? ഒന്നുമില്ല, മുമ്പോട്ട് പോവാ. എന്നാൽ പുസ്തകത്തിൽ വ്യക്തമായിട്ട് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഹന്ന ഈ ലോകത്തിലേക്ക് വന്ന് ഇസ്രായേൽ സമൂഹത്തിൽ ജനിക്കും. ഏൽക്കാന എന്ന പുരോഹിത എന്ന ആ ഇസ്രായേലിന്റെ ഭാര്യയായി തീരും. അവൾക്ക് ഒരു ശിശു ജനിക്കും. ആ ശിശുവിനെ അവൾ ആലയത്തിലേക്ക് കൊടുക്കും. അവൻ ബാല്യം മുതൽ ദൈവത്തിനും മനുഷ്യർക്കും കുറ്റമില്ലാത്ത മനസാക്ഷിയുള്ളവനായിട്ട് വളരും. അവൻ ഇസ്രായേലിന്റെ ന്യായാധിപതിയാകും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ അവൻ ശ്രേഷ്ഠനായി തീരും. അങ്ങനെ ഇസ്രായേലിൽ അവനൊരു അനുഗ്രഹമായി തീരും എന്നുള്ളതെല്ലാം പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത് ആരറിയുന്നു? പുസ്തകം അന്നേടയിലില്ല, കണ്ടിട്ടുമില്ല. പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, അതിനൊക്കെ അറിവില്ല, അത് പറഞ്ഞു കൊടുക്കില്ല. അത് ആ എഴുതിയിരിക്കുന്ന വചനം അങ്ങനെ തന്നെ പൊങ്ങി വരേണ്ടതാണ്. പ്രാണനിൽ നിന്ന് പൊങ്ങി വരേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ ലോകത്തിലേക്ക് വന്ന് എന്തിനാ നമ്മളെ അയച്ചിരിക്കുന്നതെന്നും ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഇവിടെ നമ്മൾ ആരായി തീരാനാണ് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും പ്രാണനിൽ നിന്ന് പൊങ്ങി വരണം. ആ പ്രാണനിൽ നിന്ന് ആഗ്രഹമായിട്ട് പൊങ്ങി വരണം. അത് പൊങ്ങി വന്ന് അതനുസരിച്ച് ജീവിച്ച് സമർപ്പിച്ച് കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞുമായിട്ട് ആലയത്തിലേക്ക് വന്നു. കുഞ്ഞിനെ ആലയത്തിലേക്ക് കൊടുത്തു. അവൻ ശുശ്രൂഷകനായി. ദൈവം പ്രതിഫലമായിട്ട് വേറെ മക്കളെ കൊടുത്തു. അങ്ങനെ ശമൂവേൽ ബാലൻ ഒരു പുരോഹിത സ്ഥാനത്തേക്ക് വളർന്നു. ഇസ്രായേലിനൊക്കെയും സമ്മതനായി വളർച്ച പ്രാപിച്ചു. ഇന്ന് ഹന്നയുടെ പ്രാണന് ശാന്തതയാണ്. വചനം പറയുന്നത് ഏൽക്കാന് കൂടുതൽ സ്നേഹിച്ചതും പറഞ്ഞ് ശാന്തതയായിട്ടിരുന്ന കാര്യം നടക്കുമോ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിരുന്ന കാര്യം നടക്കുമോ? എനിക്ക് കുറച്ച് പൈസയുടെ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ? നടക്കില്ല. ലോകം മുഴുവനും സ്വന്തമാക്കിയാലും ദൈവോദ്ദേശം അവിടെ കിടക്കുക. അത് പൊങ്ങി വരണം. അത് പൊങ്ങി വരണം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ, ഒരുപാട് വേദനിച്ചതാ, കഷ്ടവും നഷ്ടവും സഹിച്ചതാ. ഇനി ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കുറച്ചാൾ ചെയ്ത് നിൽക്കണം. അത് നമ്മുടെ ഉദ്ദേശം. ദൈവത്തിന്റെ ഉദ്ദേശം ഇപ്പൊ അങ്ങനെയല്ല. വെന്ത് കഴിയുമ്പോ, നന്മയെ ഗണ്യമാക്കാത്ത മൗനമായിരിക്കുമ്പോൾ എന്റെ പ്രാണനിൽ നിന്ന് ചില കാര്യങ്ങൾ പൊങ്ങി വരും. സങ്കടം പൊങ്ങി വന്നു. സങ്കടം, എനിക്ക് ഒരു കുഞ്ഞില്ല, ഹൃദയം കൊണ്ട് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അധരം അനങ്ങിയതല്ല, ശബ്ദം കേൾക്കാനില്ലായിരുന്നു. ദൈവത്തിന് ഭാഗ്യം, ഒരു സമർപ്പണം. ദൈവമേ, നീ എനിക്കൊരു ആൺകുഞ്ഞിനെ തരികയാണെങ്കിൽ ആയുഷ്കാലം മുഴുവനും അവൻ നാസ്തികനായിരിക്കും. അവനെ ഞാൻ നിനക്ക് തരും. അവന്റെ തലയിൽ ക്ഷവരക്കത്തിലൊടിയിക്കുകയില്ല. മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന പോലും അറിഞ്ഞില്ല. കാരണം അത് പൊങ്ങി വന്നതാ. എവിടെ നിന്ന്? സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ അന്നയെ കുറിച്ചുള്ളത് അവളുടെ പ്രാണനിൽ നിന്ന് പൊങ്ങി വന്നതാ. മറ്റു മനുഷ്യർക്ക് അറിയാൻ പാടില്ല, അന്നയ്ക്കും അറിയാൻ പാടില്ല. അന്നയ്ക്കും അറിയാൻ പാടില്ല. അത് പൊങ്ങി വന്നു. അത് അവളുടെ ജീവിതത്തെ മാറ്റാനുള്ള. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ എല്ലാവരും ഒരു കര പറ്റാൻ വേണ്ടി ഓടുന്ന ഓട്ടക്കാരാ. ഏത് വിധേനയും മരിക്കുന്നതിന് മുമ്പ് ഒരു ആശ്വാസം വേണം. എല്ലാം ഒരു സ്വസ്ഥാനത്താക്കി, എല്ലാം ഒരു ആശ്വാസത്തിന് കണ്ട് കണ്ണടയ്ക്കണം. ഇതൊക്കെ ശരിയാ. ഇത് നമ്മുടെ കാര്യം. ദൈവത്തിനൊരു കാര്യമുണ്ട്. അത്
എന്താ ശബ്ദത്തിൽ പറയാത്തെ? അങ്ങനെ പറയില്ല. അത് സ്വന്തം ഹൃദയത്തിൽ നിന്ന് തന്നെ പൊങ്ങി വരണം. യാക്കോബിനെ കർത്താവ് സ്വപ്നത്തിൽ സന്ദർശിച്ചപ്പോ യാക്കോബിനോട് ചില കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോ യാക്കോബ് എഴുന്നേറ്റിരുന്ന് ഒരു കാര്യം പറഞ്ഞു. ഞാൻ പോകുന്ന ഇടങ്ങളിൽ കർത്താവിനോടുകൂടി ഇരിക്കുകയും എനിക്ക് ഉടുപ്പാൻ വസ്ത്രവും ഭക്ഷിപ്പാൻ ആഹാരവും തന്ന് എന്നെ സമാധാനത്തോടെ എന്റെ പിതൃഭവനത്തിലേക്ക് മടക്കി വരുത്തുകയും ചെയ്താൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ കല്ലായി നിർത്തിയ ഈ തൂണ് ദൈവത്തിന്റെ മന്ദിരമായിരിക്കും. ആ കർത്താവ് എനിക്ക് എന്തെല്ലാം തരുന്നുണ്ടോ അതിന് എല്ലാറ്റിനും ഞാൻ ദശാംശവും തരും. ആര് പറഞ്ഞു കൊടുത്തു? ആര് പറഞ്ഞു കൊടുത്തു? ആരും പറഞ്ഞു കൊടുത്തതല്ല, പൊങ്ങി വന്നതാ. എവിടെ നിന്ന്? പ്രാണനിൽ നിന്ന് പൊങ്ങി വന്നതാ. ഇന്ന് ദൈവത്തിന്റെ സഭയ്ക്കും കർത്താവ് വെച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മാരെയും യാദൃച്ഛികമായിട്ട് ഏതെങ്കിലും സന്ദർഭത്തിൽ എങ്ങനെയോ വിളിച്ചതല്ല, പിന്നെയോ വ്യക്തമായ ഉദ്ദേശം ഇന്ന് മാത്രമല്ല, ജനനത്തികൾ മാത്രമല്ല, ലോകസ്ഥാപനം മുതലേ ദൈവത്തിനുള്ളത്. അത് വെളിപ്പെടുത്തിയിട്ടല്ലാതെ നമ്മുടെ ജീവിതം ആശ്വാസം പ്രാപിക്കുമെന്ന് വിചാരിക്കരുത്. അത് നാവെടുത്ത് സംസാരിക്കണം. അത് നാവെടുത്ത് സംസാരിക്കണമെങ്കിൽ തീ കത്തണം. തീ കത്തണമെങ്കിൽ ഹൃദയത്തിന് ചൂട് പിടിക്കണം. ഹൃദയത്തിന് ചൂട് പിടിക്കണമെങ്കിൽ പ്രാണന്റെ സങ്കടം പൊങ്ങി വരണം. പ്രാണന്റെ സങ്കടം എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ എത്തേണ്ടതുപോലെ എങ്ങും എത്തിയിട്ടില്ല. ആയിത്തീരേണ്ടതുപോലെ എന്നും ആയി തീർന്നിട്ടില്ല. ദൈവമേ, അപ്പോ ഉള്ളിൽ നിന്ന് യാക്കോബ് പറഞ്ഞതുപോലെ ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇത് ആര് പറഞ്ഞു കൊടുത്തു? അവന് യാക്കോബ് നിന്നോട് ആര് പറഞ്ഞു? ഈ കാര്യങ്ങളെല്ലാം വന്നാൽ സംഭവിച്ചാൽ യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും ഈ തൂണായി നിർത്തിയ കല്ല് ആലയമായിരിക്കുമെന്നും നീ നിനക്ക് ദൈവം തരുന്നില്ല, നീ ദശാംശം കൊടുക്കണം, ഇത് ആര് നിന്നോട് വല്ലതും കൽപ്പിച്ചോ? ഇല്ല, ഇത് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. മനുഷ്യനെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അത് സ്വന്തം വാഗൊണ്ട് ഉച്ചരിച്ചു വരണം. അത് ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കണം. ശബ്ദമായിട്ട് കേൾക്കണമെന്നില്ല. അതിന് ഹൃദയത്തിൽ തീ കത്തണം. അതിന് ഹൃദയം ചൂട് പിടിക്കണം. അതിന് സങ്കടം പൊങ്ങി വരാൻ നന്മയെ ഗണ്യമാക്കാതെ ദൈവത്തിന് മുമ്പാകെ മുട്ടുകൾ മടക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ എന്റെ സങ്കടം എന്താണെന്നുള്ളത് അറിയാം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു കൊച്ച് വീണ് പുതിയ ഉടുപ്പിട്ടോണ്ട് പോയി. വീണ് ഉടുപ്പ് കീറി കരഞ്ഞോണ്ട് വരുമ്പോ തള്ള ഓടിച്ചെന്ന്, അമ്മ ഓടിച്ചെന്ന് എടുത്ത് അടിമുടി പരിശോധിക്കുകയാണ്. ഉടുപ്പല്ല, ശരീരം. കൊച്ചുടുപ്പ് നോക്കുന്നു, അമ്മ ശരീരം നോക്കുന്നു. കാരണം അമ്മയ്ക്ക് വരുന്നത് അതാ. ഉടുപ്പ് ഇതുപോലെ 100 വേണ്ടി മേടിക്കാം. സകലത്തിന്റെയും ഉടയവന് ഏത് അർത്ഥത്തിലും ഏത് നിലയിലും നിന്നെ അനുഗ്രഹിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അത് എത്ര മടങ്ങും തരും, എത്ര മടങ്ങും തരാം. അവന്റെ കയ്യിൽ ഒന്നിനും മുട്ടില്ല. സ്വർഗത്തിലെ കലവറ തുറക്കാൻ അവന്റെ കരം മതിയായതാണ്. എന്നാൽ അവൻ നോക്കുന്നത് അതല്ല, പ്രാണനെയാണ്. ആ അമ്മ കുഞ്ഞിന്റെ ശരീരത്തെ നോക്കുന്നത് പോലെ പ്രാണനെയാണ് നോക്കുന്നത്. പറഞ്ഞു വിട്ടിട്ട് ഇത്രയും വർഷങ്ങളായി, ഇത്രയും കാലങ്ങളായി. ആ പറഞ്ഞു വിട്ട ഉദ്ദേശം അതിലെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഉടയവൻ നോക്കുന്നത്. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കാണുന്ന പോലെ ഇതാ കാലം ചുരുങ്ങിയിരിക്കുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, കർത്താവ് വരുന്നില്ലല്ലോ, കർത്താവ് വന്നില്ലല്ലോ. ഇന്ന് വരും, നാളെ വരും, അല്ലെങ്കിൽ അടുത്ത ദിവസം വരും. ഇതൊന്നും ചിന്തിക്കേണ്ട. വന്നിട്ട് എന്ത് പ്രയോജനം? വന്നിട്ട് എന്ത് പ്രയോജനം? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്നിൽ നിവൃത്തിയായിട്ടില്ലെങ്കിൽ വന്നതുകൊണ്ട് എന്ത് പ്രയോജനം? അന്ന അവിടെ ചെന്നുകൊണ്ട് എന്ത് പ്രയോജനം? ഇന്ന് അങ്ങനെയല്ല. അന്ന
സമാധാനത്തിൽ മരിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോ അന്നയ്ക്ക് ഉറപ്പുണ്ട്, തന്റെ ജീവിതം ധന്യമാണ്. തന്റെ ജീവിതം ധന്യമാണ്. അതിന്റെ അടയാളമാണ് മകൻ ശമൂവേൽ കർത്താവിന്റെ നാമത്തെ ഉച്ചരിച്ച് ദൈവിക ശുശ്രൂഷ ദൈവാലയത്തിൽ ചെയ്ത് ഇന്ന് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുക. എതിര് പറയാൻ ആർക്കും കഴിയില്ല. അന്നെ പറയുകയാണ്, എന്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. എന്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. ഓരോ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് ഈ പ്രാർത്ഥനകൾ, ഈ ആരാധനകൾ ദൈവം നമുക്ക് വലിയവ ചെയ്യണം. എപ്പോഴും ഓർക്കേണ്ടത്, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ചോദിക്കുന്നതല്ല എനിക്ക് തരേണ്ടത്. എന്നെ കുറിച്ചുള്ള കർത്താവ് ഉദ്ദേശം നടപ്പാകണം. ദൈവ ഉദ്ദേശം നിറവാകണം. കാരണം കാലം ഇതാ കഴിഞ്ഞു. ഇതാ കാലം കഴിഞ്ഞ് എല്ലാം ഇതെല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നിർമ്മതരും പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും. ഇത്രയും കാലത്തെ പോലെ വല്ലതും പ്രാർത്ഥിച്ച്, വല്ലതും ചിന്തിച്ച്, വല്ലതും ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്ന കാലം വിട്ടുകളാ. പിന്നെയോ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും. എന്താണ് നീ ചോദിക്കുന്നതെന്ന് സുബോധമുണ്ടായിരിക്കുക. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും ആകുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കിടക്കുകയോ, ഇതിങ്ങനെ കിടന്ന് കുഴയോ, കുഴച്ചിലിന്മേൽ കുഴച്ചിലും തന്മുഖാന്തരമുള്ള ദുഃഖവും കണ്ണുനീരുമല്ലാതെ യാതൊരു വിടുതലുമില്ല. എന്നാൽ എന്നാൽ സങ്കടം വരട്ടെ, പൊങ്ങി വരട്ടെ. എവിടുത്തെ സങ്കടം? മനുഷ്യന് സങ്കടമുണ്ട്, പ്രാണന് സങ്കടമുണ്ട്. സങ്കടം പൊങ്ങി വരട്ടെ. ഈ കാര്യങ്ങൾ, ഇത്രയും വൻ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം പ്രാണൻ വേദനപ്പെട്ടിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെക്കുറിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉടയവൻ എഴുതിയിരിക്കുന്നത് ഇതുവരെയും ഈ വ്യക്തി ചെയ്യുന്നില്ല എന്ന് പ്രാണൻ ദുഃഖിക്കുക. അത് പൊങ്ങി വരട്ടെ. ആ ദുഃഖം പൊങ്ങി വരണം. ദൈവം ആ പ്രാണനെ കുറിച്ച്, ജീവിതത്തെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് പൊങ്ങി വരട്ടെ. ഇന്ന് ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാനല്ലല്ലോ. പക്ഷേ ഉദ്ദേശം ഓർത്തുകൊള്ളണം. ദൈവത്തിന്റെ ഉദ്ദേശം ഓർത്തുകൊള്ളണം. കർത്താവിന്റെ സന്നദ്ധിയിൽ നിശ്ചയമായിട്ടും ഒരു പ്രവൃത്തി നമ്മിൽ കൂടി ഉണ്ട്. നിശ്ചയമായിട്ട് ഒരു ജീവിതം കർത്താവ് പറഞ്ഞത് നമ്മിൽ കൂടി ഉണ്ട്. വെളിപ്പെട്ടേ മതിയാവും. വെളിപ്പെട്ടേ മതിയാവും. അന്ന് തീരും ഈ ദുഃഖം, അന്ന് തീരും ഈ വേദന, അന്ന് തീരും ഈ കണ്ണുനീര്. അതിനെ വിട്ടൊഴിഞ്ഞ് എത്രയേറെ മുമ്പോട്ട് പോകും തോറും ഇതാ മുട്ടിപ്പോകുന്നതല്ല, വേദനയാൽ കുഴഞ്ഞു പോകുന്നതല്ല. ആകാറ് കുഞ്ഞുമായി പോയി, അവൾ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. വെള്ളമില്ല, വെള്ളമില്ല. എന്തു ചെയ്യും? എല്ലാറ്റിലും വലിയ സങ്കടം അറിയാമോ? ഈ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ച് കുഞ്ഞ് മരിക്കാൻ പോവാ വെള്ളമില്ലാതെ. ഈ കുഞ്ഞിന്റെ അപ്പനാണ് ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടത്. മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല. കർത്താവ് സ്തോത്രം. ഏതായാലും മരിക്കാൻ പോവാ. കുഞ്ഞിനെ കൊണ്ടുപോയി കുറുന്തണലിലിട്ടു. അകലേക്ക് മാറിയിരുന്ന് കുഞ്ഞ് മരിക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അവൻ നിലവിളിക്കട്ടെ. കുഞ്ഞ് നിലവിളി തുടങ്ങി. അകലേക്ക് മാറിയിരുന്ന് അമ്മയും നിലവിളി തുടങ്ങി. കർത്താവ് സ്തോത്രം. കരുണയുള്ളവൻ, കരുണയുള്ളവൻ നിശ്ചയമായിട്ടും അതിന്മേലൊരു പ്രവൃത്തി കരുതിയിട്ടുണ്ടോ എന്നുള്ളത് ആകാൻ അറിയുന്നില്ല. അവൾ മരണം പ്രതീക്ഷിക്കുന്നു. അവൾ മരണം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഉടയവൻ സ്വർഗത്തിൽ നിന്ന് കുഞ്ഞിന്റെ നിലവിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കരഞ്ഞു. രണ്ടുപേരും കരഞ്ഞു. അമ്മയും കരഞ്ഞു, കുഞ്ഞും കരഞ്ഞു. കുഞ്ഞിന്റെ നിലവിളി ഉയരത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലെത്തി. ഹാഗാറെ, നിനക്കെന്ത്? കുഞ്ഞിന്റെ അടുക്കൽ പോയി വെള്ളം കോരി കുടിപ്പിച്ചു. കുഞ്ഞ് വളർന്നു. അവൻ ഒരു പരാക്രമിയായി തീർന്നു. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മോട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ നമ്മുടെ ജീവിതം
ഒരു നിലയിൽ എത്തിച്ചേർന്ന് ദാവീദ് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് പൂർണ്ണ സമാധാനത്തിൽ കർത്താവിനോട് ചേർന്നതുപോലെ നാമും ഒരു സാക്ഷാൽ ഇസ്രായേലിന്റെ അവസാനം, പ്രാണൻ തൃപ്തി പ്രാപിച്ച അവസാനം, അമ്മയുടെ അടുക്കൽ മുലകുടിയ മാറിയ കുഞ്ഞ് എന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ ആ പ്രാണൻ, അതിന്റെ വേദന, അതിന്റെ സങ്കടം, അതിന്റെ നിലവിളി ദൈവം കേൾക്കുന്നുണ്ട്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അത് നമ്മെക്കുറിച്ചുള്ള ദൈവോദ്ദേശമാകും. ആ ദൈവോദ്ദേശം പൂർത്തിയായി, ആ ദൈവോദ്ദേശം തികഞ്ഞതോടുകൂടി പൂർണ്ണ പ്രാഗൽഭ്യത്തോടുകൂടി സമാധാനത്തിൽ ഒരു സാക്ഷാൽ ഇസ്രായേലിന്റെ അവസാനത്തിൽ കർത്താവ് ചേരുവാൻ തന്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവം എന്ന് നമ്മോട് ബുദ്ധി പറയുമ്പോൾ നമുക്ക് കർത്താവ് ചോദിക്കണം, കർത്താവേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്നെക്കുറിച്ച് നീ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? കർത്താവ് അത് എന്റെ പ്രാണനിൽ നിന്ന് പൊങ്ങി വരട്ടെ, അത് ശബ്ദമായിട്ട് പുറത്തേക്ക് വരട്ടെ, അത് സമർപ്പണമായിട്ട് കർത്താവിലേക്ക് വരട്ടെ. 60-ാം സങ്കീർത്തനം പറയുന്ന പോലെ കഷ്ടകാലത്ത് ഞാൻ എന്റെ വായാൽ നേർന്നു, എന്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു. ഞാൻ യഹോവയാകുന്നത് കൊണ്ട് യഹോവയുടെ കാര്യത്തിലേക്ക് വരും. കാരണം ഇതെന്താണെന്നറിയാമോ? ഞാൻ എന്റെ കഷ്ടകാലത്ത് നേർന്നതാണ്. എന്റെ പ്രാണനിടുങ്ങിയപ്പോൾ എന്റെ പ്രാണന്റെ വേദനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സമർപ്പണമാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു പോകുന്ന ഈ ദുർഘടകാലത്ത് നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. തീരുമാനത്തിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ സങ്കടങ്ങൾ മുഖം നീങ്ങിപ്പോകാനുള്ള വഴി നാം ആലോചിക്കുന്നു. ദൈവമാകട്ടെ ഈ സങ്കടങ്ങൾ കൊണ്ട് പ്രാണൻ ഒരു സ്ഥാനത്തെത്തുവാൻ അതിനുള്ള വഴി ചിന്തിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി കാണുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്ന വിചാരങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കായിട്ടല്ല, എന്റെയോ നന്മയ്ക്കായിട്ടല്ല. തടസ്സമാണ്. നിങ്ങളൊരു ശുഭഭാവി ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്ന വിചാരങ്ങൾ ഇന്നവയെന്ന് നിങ്ങൾ അറിയുന്നില്ല, ഞാൻ അറിയുന്നു. അത് ശ്രേഷ്ഠമായിട്ടുള്ള ആലോചനയും ഏത് ആഗ്രഹവും അവന്റെ ആഗ്രഹവുമായിട്ട് ഒത്തുവന്നാൽ നിവർത്തിക്കാൻ വല്ല തടസ്സമുണ്ടോ? ഇല്ല, ഇല്ല. നമുക്ക് അവനെ ഏൽപ്പിക്കാം. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കാം. അവനിൽ തന്നെ ആശ്രയിക്കാം. അവനത് നിർവഹിക്കും. മാറ്റമില്ലാത്തവൻ, വ്യാജമില്ലാത്തവൻ, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ. അവൻ പറഞ്ഞാൽ നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കാം. അവനിൽ തന്നെ ആശ്രയിക്കാം. മാറിപ്പോകരുത്. അവനിൽ തന്നെ ആശ്രയിക്കാം. അവനത് നിവർത്തിക്കും. വാക്കാണ്. ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കർത്താവിനോട് ചോദിക്കാം. യേശുവേ, ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആര്? ഞങ്ങൾ എന്തിനീ ലോകത്തിലേക്ക് വന്നു? ഇന്ന് ഞങ്ങൾ എന്തിനെങ്ങനെ ആയിരിക്കുന്നു? കർത്താവെ, പ്രയോജനമില്ലാത്തൊരു ജീവിതം പോലെ, പാഴായി പോകുന്ന ഒരു ജീവിതം പോലെ ഞങ്ങൾ ദിനംപ്രതി കർത്താവെ അതിവേദനയിൽ കഴിച്ചുകൂട്ടുന്ന സങ്കടങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. കർത്താവെ, എന്നാൽ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ പീഡകളും കഷ്ടങ്ങളും വേദനകളും എല്ലാം അറിഞ്ഞ് അതിന് മറുപടി നൽകുന്ന ദൈവം ഇന്ന് മാറ്റമില്ലാത്തനായി ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ബലപ്പെടുത്തുന്നേ. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ജീവൻ ചെയ്യുന്നതാണ്. യേശുവേ, എല്ലാവരെയും പ്രാണനെ കർത്താവ് ഉണർത്തണം. ഞങ്ങളെല്ലാവരുടെയും പ്രാണങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ആഗ്രഹം യേശുവേ, അതാ ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ ജീവിതത്തെ സന്ദർശിച്ച് അനുഗ്രഹിക്കും. ഒരു മഹത്വപ്രധാനം ഞങ്ങൾ ഈ ലോകത്തിലെ തന്നെയെക്കുറിച്ച് ഗണ്യമാക്കാതെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പ്രാണന്റെ സങ്കടം പൊങ്ങി വരുവാൻ അത് നാവെടുത്ത് ഉച്ചരിപ്പാൻ തക്കവണ്ണം ഹൃദയം ചൂട് പിടിക്കട്ടെ. ധ്യാനത്തികൾ തീ കത്തട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ആ സമർപ്പണം ദൈവത്തെ പ്രസാദകരമായിരിക്കും. കർത്താവിനാമം. ഹല്ലേലൂയ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും.
ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ട്